വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇനി നമുക്ക് ലഞ്ചിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ തോരനാണ് കാണിക്കുന്നത്. വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, അത്രയ്ക്കും നല്ല ടേസ്റ്റും രുചിയാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മത്തങ്ങ തോരൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ മത്തങ്ങ തോരൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ 1/4 കിലോ മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തനെല്ലാം നമുക്കൊരു പാനിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മത്തൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലോട്ടേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം, പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വലിയ ഉള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരക്കാൻ പാടില്ല, നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മത്തങ്ങ വെന്തിരാൻ നോക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മത്തന ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിത് ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ക്രഷ് ചെയ്തിട്ടുള്ള നമ്മുടെ തേങ്ങ കൂട്ടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തോട്ടേക്ക് നമ്മുടെ തേങ്ങ ആകുന്ന മത്തൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്ക് ആകുന്ന തരത്തിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുകിട്ടൊന്ന് താളിച്ചൊഴിക്കാം. ഇതിലോട്ട് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഇട്ടൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ രുചിയായിട്ടുള്ള നമ്മുടെ മത്തങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ലഞ്ചിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.